മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി എല്ലാവരും പ്രാർത്ഥനാനിരതരായിട്ട് നിൽക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയമുണ്ട്, എരുമേലി വഴി നടന്നു പോയാൽ കണ്ണൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ, അതുപോലെ തന്നെ ഈ മേഘനാഥനും ഉണ്ണിയും പ്രതാപനൊക്കെ ചേർന്ന് കണ്ണനെ അപായപ്പെടുത്താൻ നോക്കുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ണേട്ടനൊരു ആപത്തും കൂടാതെ മലയിറങ്ങി വരണേന്നും പറഞ്ഞുകൊണ്ട്. ഇതേ സമയം നമ്മളുടെ ആ ഗുണ്ടകളാണെങ്കിൽ കെട്ട് നിറച്ച് ആ ഒരു സ്വാമിക്ക് ദക്ഷിണയൊന്നും കൊടുക്കാതെ തന്നെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആ സ്വാമി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർ എന്തിനാ മലയ്ക്ക് പോകുന്നത്, ഇവർ അയ്യപ്പനെ കാണാനാണോ അതോ അവിടെ വരുന്ന ആരെങ്കിലും ഉപദ്രവിക്കാൻ പോകുന്നതാണോ, ഇവരെ കണ്ടിട്ട് ഒരു ഗുണ്ടകളുടെ ഇതൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അവർ വെളിയിലേക്ക് ഇറങ്ങിയതും നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കാർ കൊണ്ട് വരുന്നുണ്ട്. മേഘനാഥനെ കണ്ടതും ആ മേഘൻ സാർ വന്നൂലോ, എന്തായാലും കുറച്ച് പൈസ വാങ്ങിക്കൊണ്ട് നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഈ ഗുണ്ടകൾ മേഘനാഥൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഈ പ്രാവശ്യം എന്തായാലും പാളാൻ പാടില്ല, നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരും, അവനിനി തിരിച്ചു വരാൻ പാടില്ല. അവൻ മാത്രമല്ല അവൻ്റെ കൂടെയുള്ള മാർക്കോയും സാഹറും ആരും തിരിച്ചു വരരുത്. ആദ്യം തന്നെ നിങ്ങൾ തീർക്കേണ്ടത് മാർക്കോയും സാഗറിനെയാണ്. പിന്നെ കണ്ണനെ തീർക്കാൻ എളുപ്പമായിരിക്കും. അവനാണെങ്കിൽ എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റില്ല, വീൽ ചെയറിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങളെ എതിർക്കാനുള്ള ശക്തിയൊന്നും അവനക്കില്ല. പക്ഷേ മാർക്കോയെ തീർക്കാതെ കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേരെ, ഞങ്ങൾ ഉറപ്പായിട്ടും ഇത് നടത്തിയിരിക്കും, ആ കാര്യത്തിൽ സാറിനൊരു സംശയം വേണ്ട. മാർക്കോയൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല, അവർ 3 പേരല്ലേ ഉള്ളൂ, ഞങ്ങളും 3 പേരുണ്ട്, അതുകൊണ്ട് അതോർത്ത് സാറ് പേടിക്കുകയൊന്നും വേണ്ട, ഇന്ന് തന്നെ അവൻ്റെ കാര്യം കഴിഞ്ഞു എന്നുള്ള വാർത്ത സാറിൻ്റെ ചെവിയിലെത്തുന്നു. അത് കേട്ടതും മേഘനാഥൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊക്കെ തന്നെ നടക്കണം, എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നടത്തിയിട്ടേ നിങ്ങൾ വരാവുള്ളൂ എന്ന്. ഇതേസമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ്റെ കാര്യം തീർന്നു, മേഘനാഥൻ അതിന് പറ്റിയ ഗുണ്ടകളെ ഇപ്പോൾ അവരുടെ പുറകെ അയച്ചേക്കണേ, കണ്ണനിപ്പോൾ എരുമേലി വഴി നടന്നു പോകുമെന്നാണ് പറഞ്ഞത്, അതേതായാലും സൗകര്യമായി, കാട്ടിൽ വെച്ച് അവരെ ഗുണ്ടകളെ ആക്രമിച്ചാൽ അത് കാണാനോ അതിനെ എതിർക്കാനോ ആരും അവിടെ ഉണ്ടാവില്ല, 3 പേർക്ക് എന്തായാലും ഗുണ്ടകളെ തിരിച്ച് ആക്രമിക്കാനും പറ്റില്ല, അവർ മലയ്ക്ക് പോണതുകൊണ്ട് അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടാവില്ല, ഗുണ്ടകളാണെങ്കിൽ കയ്യിൽ നിറച്ച ആയുധങ്ങളുമായിട്ടാണ് പോണത്, തോക്ക് മുതൽ എല്ലാം അവരുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇനി ആ കണ്ണൻ തിരിച്ചു വരുമെന്നോർത്ത് അമ്മ ടെൻഷനാവുണ്ടാകുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എത്ര കാലമായി നമ്മൾ ആ മഹാലക്ഷ്മിയുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നു, അവളുടെ കണ്ണീര് കണ്ടാലേ നമ്മളുടെ കരുണമോളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടിട്ടില്ല, എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ, ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് ചിരിച്ച് കണ്ടാൽ മതിയായിരുന്നു എന്ന്. ഇതേ സമയത്ത് നമ്മളുടെ സാഹറിന് ആ തിരുമേനി കെട്ട് നിറച്ച് കൊടുത്തതും സാഹറിനോട് പറയുന്നുണ്ട്, മുതിർന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്തോളൂ എന്ന്. അങ്ങനെ സാഹർ ആർക്ക് ദക്ഷിണ കൊടുക്കണമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കുമ്പം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്ക് കൊടുക്കണ്ട, അമ്മയ്ക്ക് കൊടുത്താൽ അമ്മ അത് സ്വീകരിക്കില്ല, ഏട്ടന് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ സാഹർ കണ്ണന് ദക്ഷിണ കൊടുക്കുന്നുണ്ട്, കണ്ണനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കണമുണ്ട്. അങ്ങനെ എല്ലാവരും കെട്ട് നിറച്ച് പോകാനായിട്ട് വണ്ടിയിലോട്ട് കയറാൻ പോകുമ്പോൾ മഹാലക്ഷ്മി കണ്ണനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ട എരുമേലി വഴി പോകണോ, നേരെ പോയാൽ പോരെ, അത് കുറച്ച് റിസ്ക് അല്ലേ, അല്ലെങ്കിൽ തന്നെ ആ അമ്മ പറഞ്ഞത് 5 ദിവസവും കൂടി കണ്ണേട്ടൻ്റെ സമയം മോശമാണ്, അതുകൊണ്ട് വണ്ടിക്ക് തന്നെ പോയാൽ മതി കണ്ണേട്ടാന്ന് പറയുമ്പം, എന്ത് സമയം മോശം ഉണ്ടെങ്കിലും ഞാൻ ഈ പ്രാവശ്യം മല ചവിട്ടുന്നുണ്ടെങ്കിൽ അത് എരുമേലി വഴി നടന്നു തന്നെയായിരിക്കും പോണേ, അതിനൊരു മാറ്റമില്ല, ഇനിയിപ്പോൾ അതിനിടയ്ക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തന്നെ അയ്യപ്പൻ കാത്തോളൂ എന്ന്. ആ സമയത്ത് അത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്ന മാർക്കോ പറയുന്നുണ്ട്, മഹാലക്ഷ്മി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ടല്ലോ, കണ്ണൻ സാറിന് ഒരാപത്തും വരാതെ മല ചവിട്ടിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണ കാര്യം ഞങ്ങളേറ്റു, അത് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. ആ സമയത്ത് മഞ്ജുവും പറയുന്നുണ്ട്, ഏടത്തി ഇങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട ഏടത്തി, ഏട്ടനൊരാപത്തും വരില്ല, സാഗരേട്ടനും മാർക്കോ ചേട്ടനും ലോപ്പസേട്ടനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർ കണ്ണേട്ടനെ നല്ലോണം നോക്കിക്കോളും, പിന്നെ ഇവർ പോകുന്നത് ഭഗവാനെ കാണാനല്ലേ, അതുകൊണ്ട് ഭഗവാന്റെ കാവലും ഉണ്ടാകുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് മഞ്ജു, പക്ഷേ ആ മേഘനും എൻ്റെ രണ്ടാനച്ഛനൊക്കെ എങ്ങനെയും കണ്ണേട്ടനെയും എന്നെയും ഇല്ലാണ്ടാക്കണം എന്നല്ലേ ചിന്തിക്കണേ, അതുകൊണ്ട് തന്നെ എരുമേലി വഴി പോണത് ഇച്ചിരി അപകടമല്ലേ എന്ന് ചോദിക്കുമ്പം മാർക്കോ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ല, ഭഗവാൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, അതോർത്ത് മഹാലക്ഷ്മി പേടിക്കുകയൊന്നും വേണ്ട, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് കണ്ണനും മാർക്കോയൊക്കെ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനും മാർക്കോയൊക്കെ കാറി കയറി പോണ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട്
കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് സൂക്ഷിക്കണേ കണ്ണേട്ടാന്ന് പറയുമ്പം അതൊന്നും ഓർത്ത് താൻ വിഷമിക്കേണ്ട, എന്തായാലും താൻ ഇപ്പം തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, പിന്നെ ഇവിടെ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, മഞ്ജു ഇവിടെ ഉണ്ടല്ലോ കണ്ണേട്ടാ, പിന്നെ ഞാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും കുഴപ്പമില്ല, മഞ്ജു ഇവിടെ നിൽക്കട്ടെ, താൻ അനന്തുവിൻ്റെ ലേഖയുടെ അടുത്തേക്ക് പോയിക്കോ. മഞ്ജുവിന് ഇവിടെ ഉള്ളത് അവളുടെ അമ്മയും ആങ്ങളെയൊക്കെയാണ്, പക്ഷേ തനിക്ക് അങ്ങനെ ആരും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, അനന്ത് തന്നെ വിളിക്കാനായിട്ട് വരുമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ശരി കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് കണ്ണനെ യാത്ര അയക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ദുർഗയും ഉണ്ണിയും കരുണയും കൂടെ അകത്തേക്ക് പോയിട്ട് കരുണ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മേ ഇനി അമ്മയുടെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പം പ്ലാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും സാഗർ വരണ വരെ മഞ്ജു ഇവിടെ തന്നെയായിരിക്കും, അതിനുള്ളിൽ അവളുടെ കുഞ്ഞിനെ കളയാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. അതുമാത്രമല്ല മേഘൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, കണ്ണൻ ഇനി മലയ്ക്ക് പോയാൽ തിരിച്ചു വരില്ല എന്നൊക്കെ അവൻ പറയണേന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എനിക്ക് അതിലൊന്നും പ്രതീക്ഷയില്ല, ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ണൻ മരിച്ചു മഹാലക്ഷ്മി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിച്ചത്, അതൊക്കെ വെറുതെ ആയിപ്പോയി, അതുകൊണ്ട് ഇനി നമ്മൾ അങ്ങനത്തെ ഒരു ആഗ്രഹം ഒന്നും വെച്ച് പുലർത്തണ്ട, അയാൾ മരിച്ച അയാളുടെ ബോഡി ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതിയെന്ന്. ആ സമയത്ത് ഉണ്ണിയും പറയുന്നുണ്ട്, അത് കരുണ പറഞ്ഞത് നേരെ അമ്മേ, അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, അതുമാത്രമല്ല ഇപ്പം മേഘേട്ടൻ ചെയ്യുന്നത് ഒരു കൈവിട്ട കളിയായിട്ടാണ് എനിക്ക് തോന്നണേ, എന്തായാലും കണ്ണേട്ടനും അവരും ശബരിമലയ്ക്കല്ലേ പോണത്, അതും ഭഗവാനെ കാണാൻ. ആ സമയത്ത് ഇങ്ങനെ ഒരു അതിക്രമത്തിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പ ഭഗവാൻ തന്നെ അതിനുള്ള തിരിച്ചടി മേഘേട്ടന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിയുടെ ഉണ്ണി, ഇങ്ങനെയൊക്കെ പറയല്ലേ, എന്തായാലും മേഘൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ അത് നമുക്കും കൂടി വേണ്ടിയിട്ടല്ലേ, എന്തായാലും നമ്മളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, എത്ര പ്രാവശ്യമായി കരുണമോളുടെ അച്ഛനും മുത്തശ്ശിയും അതിനുവേണ്ടി ശ്രമിക്കണം, അന്നൊക്കെ പരാജയപ്പെട്ടു, ഈ പ്രാവശ്യം നമ്മൾ എന്തായാലും വിജയിക്കുമെന്ന്. ഇതേ സമയം നമ്മളുടെ സീമന്തിനെയും വാമദേവനെയൊക്കെയാണ് കാണിക്കുന്നത്. സീമന്തിനി വാമദേവനോട് ചോദിക്കുന്നുണ്ട്, മേഘൻ കണ്ണനെ കൊല്ലാനായിട്ട് ആൾക്കാരെ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ലടി സീമന്തിനി, എന്തൊക്കെയോ അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവൻ്റെ നല്ലതിനല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ വിശ്വനാഥൻ എന്നെ പല പ്രാവശ്യം സ്വപ്നത്തിലും അല്ലാണ്ടും കാണാനായിട്ട് വന്നു, അവൻ്റെ ലക്ഷ്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല, അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആ വിശ്വനാഥൻ ആത്മാവ് അവൻ്റെ മോൻ്റെ കൂടെ തന്നെയുണ്ട്, കണ്ണനൊരാപത്തും വരാതെ വിശ്വനാഥൻ്റെ കാവലുണ്ടാവും, അതുകൊണ്ട് തന്നെ ഈ മേഘൻ ഇപ്പോൾ ഏർപ്പാട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ മേഘൻ എന്നെപ്പോലെ വീൽ ചെയറിലൊന്നും ആവാതിരുന്നാൽ മതിയെന്ന്. ഈ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അവൾക്ക് അയ്യപ്പ ഭഗവാന്റെ കരുണയുള്ളവളാണ്, അവളുടെ കയ്യിലുള്ള വിഗ്രഹത്തിന് ഭയങ്കര ശക്തിയുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലായേക്കണേ, എന്നിട്ടും ഈ മേഘൻ എന്തിനാ വീണ്ടും വീണ്ടും കണ്ണനെ കൊല്ലാനായിട്ട് നടക്കണേ, അതും ഈ മണ്ഡലമാസത്തിൽ മലയ്ക്ക് പോകുന്ന അയ്യപ്പനെ, മലയ്ക്ക് പോകാൻ മാല ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി അയ്യപ്പ ഭഗവാന് തുല്യമാവുമെന്നാണ് പറയണേ, അങ്ങനെയുള്ള ഒരാളെ കൊല്ലാനായിട്ട് ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന തിരിച്ചടി എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് സ്വാതിയും പറയുന്നുണ്ട്, എനിക്കും ആ കാര്യത്തിൽ പേടിയുണ്ട് അമ്മേ, ഈ ചേട്ടൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടണേ, കണ്ണേട്ടൻ്റെ സ്വത്തിന് എങ്ങനെ കിട്ടുമെന്നും പറഞ്ഞാൽ ചേട്ടൻ നടക്കണേ, മഞ്ജു ചേച്ചി ആണെങ്കിൽ ചേട്ടനെ ഉപേക്ഷിച്ച് പോയി, ഇപ്പോൾ പ്രഗ്നൻറ്റും ആണ്, ഒരിക്കലും ഇനി ചേച്ചി ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരില്ല, ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ ഭാര്യയും മരിച്ചാലും ആ സ്വത്തുക്കളൊന്നും ഏട്ടന് കിട്ടാൻ പോണില്ല, അത് കിട്ടുന്നത് ഉണ്ണിയേട്ടനുക്കും മഞ്ജു ചേച്ചിക്കും ആയിരിക്കും, പിന്നെ ഏട്ടൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോണേന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അവൻ്റെ അപ്പച്ചി പറഞ്ഞേക്കല്ലേ മഞ്ജുവിൻ്റെ ഗർഭം അലസിപ്പിച്ച് മഞ്ജുവിനെ മേഘന് തന്നെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന്, ഇവനാണെങ്കിൽ വെറും ഒരു പൊട്ടൻ, അത് കേട്ട് വിശ്വസിച്ച് അവരുടെ വാക്ക് കേട്ട് തുള്ളണേ ഈ കാണണേ. ആ സമയത്ത് സാദി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം മഞ്ജു ചേച്ചി അപ്പച്ചിയുടെ കൂടെ ഉണ്ടാവും, ആ സമയത്ത് അപ്പച്ചി സ്വാഭാവികമായിട്ടും മഞ്ജു ചേച്ചിയോട് സ്നേഹത്തിലാവും, പിന്നെ ഏട്ടൻ്റെ ഒരു കാര്യവും നടക്കില്ല എന്ന്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ്. ആ സമയത്ത് മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടുത്തി എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അനന്തുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം മഞ്ജു, ഇവിടെ നിൽക്കണ്ടെന്നാ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞേക്കണേന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, അതിനെന്താ എടുത്തി, ഇപ്പം ഞാനും ഇവിടെ ഇല്ല, അതുകൊണ്ട് എടുത്തി ഇവിടെ നിൽക്കുക എനിക്കൊരു കൂട്ടിനെന്ന് പറയുമ്പം ഇല്ല മഞ്ജു, ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, എന്നെ എങ്ങനെ അപകടത്തിൽപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നവരെ എനിക്ക് ചുറ്റും, കണ്ണേട്ടനുള്ളപ്പോൾ പിന്നെ കണ്ണേട്ടൻ ഉണ്ടായിരുന്നു എനിക്ക് സഹായത്തിന്, ഇതിപ്പോൾ ആരും ഇല്ലാണ്ട് ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ കണ്ണേട്ടന് വാക്ക് കൊടുത്തിരിക്കുന്നത് അനന്തേട്ടൻ്റെ വീട്ടിലോട്ട് പോയിക്കോളാന്ന്, അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പോവാം മഞ്ജു എന്ന് പറയുമ്പം മഞ്ജു മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഞാനും കൂടി വരട്ടെ അനന്തേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് വയ്ക്കുമ്പം അത് വേണോ മഞ്ജു, നിൻ്റെ അമ്മയ്ക്കോ ആങ്ങളിക്കൊക്കെ അത് വിഷമാവൂലേ, അവരെന്തായാലും നീ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, അത് വേറൊന്നിനും അല്ല എടുത്തി, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യം തന്ന ജ്യൂസ് കുടിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനി അതിലും വീര്യം കൂടിയ ജ്യൂസ് എന്തെങ്കിലും ആയിരിക്കും അവർ തരാൻ പോണേ.
ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും വേറെ വിഷം തന്ന് കൊല്ലുമൊന്നുമില്ല, നിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനേ നോക്കുള്ളൂ, അതിലിപ്പോൾ നിനക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ്. മേഘനാഥനാണെങ്കിൽ ഉണ്ണിനെ കാണാനായിട്ട് വന്നേക്കാം. അപ്പോൾ ഉണ്ണി മേഘനോട് ചോദിക്കുന്നുണ്ട്, മേഘേട്ടൻ ഇപ്പോൾ എന്താ പ്ലാൻ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പം മലയ്ക്ക് പോയേക്കണ കണ്ണൻ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല, അങ്ങോട്ട് പോണ വഴിക്ക് തന്നെ അവനെ തീർക്കാനായിട്ട് ഞാൻ ആളെ അയച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതെന്തെങ്കിലും നടക്കണ കാര്യമാണോ മേഘേട്ട? ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ അവരെ ഇല്ലാണ്ടാക്കാൻ നോക്കി, എന്നിട്ടൊക്കെ തിരിച്ചടി കിട്ടിയത് ആർക്കാ? നമുക്ക് തന്നെ. ഇപ്പം തന്നെ കണ്ടില്ലേ, അമ്മാവൻ വീൽ ചെയറിലായി, കരുണയുടെ കുഞ്ഞു പോയി, ഇനി അടുത്ത തിരിച്ചടി കിട്ടാൻ പോകുന്നത് മേഘേട്ടനായിരിക്കുമെന്ന്. അത് കേട്ടതും മേഘനാഥനക്ക് ചെറിയൊരു പേടിയൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, ഒരു തിരിച്ചടി ഇല്ലാതെ ഉണ്ണി, ഈ പ്രാവശ്യം അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന്. അത് കേട്ടതും ഉണ്ണി സന്തോഷത്തോടു കൂടി ചിരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.